അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെക്കുന്നത് കൊണ്ട് ആകപ്പാടെ ഞാനൊരു ഗുണം കാണുന്നത് മോഹൻലാലിനാണ്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് മുകളിൽ സമ്മർദ്ദം, മാധ്യമങ്ങളെ അഭിമുഖീകരിക്കൂ, പറയൂ, മിണ്ടു. ഇതിപ്പോൾ ഭാരവാഹിത്വമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ആരോപണമൊന്നും ഉയർന്നില്ലെങ്കിൽ ചെന്നൈയിൽ ഇരുന്നാൽ മതി, ഇവിടേക്ക് വന്ന് ആരെയും കാണുകയോ വിശദീകരിക്കുകയോ ചെയ്യേണ്ട. ഇത് ശരിക്കും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയുക എന്ന പ്രക്രിയയല്ലേ? അതിനപ്പുറത്ത് ഹേമ കമ്മിറ്റി വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള കുറേ കണ്ടെത്തലുകൾ മലയാള സിനിമയിലെ കാര്യങ്ങളെക്കുറിച്ച് നടത്തിയിരിക്കുന്നു. അപ്പോൾ ഇത് ശരിയാക്കപ്പെടണം, ഇത് കൃത്യമായി പരിഹരിക്കപ്പെടണം. സിനിമയിലെ സ്ത്രീകൾ യാതൊരു തരത്തിലുള്ള ചൂഷണങ്ങളും ഇനിമേൽ അനുഭവിക്കാൻ പാടില്ല. ഞങ്ങളുടെ സംഘടന ഇതിന് മുൻകൈ എടുക്കും എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാൻ ബാധ്യതയുള്ള ഒരു സംഘടന ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അഭിലാഷ്, ഒരു കാര്യം ആലോചിക്കണം. എന്ത് ചെയ്താലും നമ്മൾ അവർ കുറ്റക്കാരാണെന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് പലപ്പോഴും നമുക്കുണ്ട്. അതായത് സിദ്ദിഖ് രാജിവെച്ചു, കണ്ടോ, രാജിവെച്ചത് പേടിച്ച് കാരണമല്ലേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് മടിയിൽ കനവില്ലെങ്കിൽ എന്തിന് രാജിവെക്കണം, ശക്തമായിട്ട് നിൽക്കട്ടെ എന്ന് ചോദിക്കാം. രാജിവെച്ചില്ലെങ്കിൽ എന്ത് പറയും, കണ്ടോ ഉത്തരവാദിത്തത്തിൽ ഇരിക്കുകയല്ലേ. അപ്പൊ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയും. അതായത് ചെയ്താലും കുഴപ്പം, ചെയ്തില്ലെങ്കിലും കുഴപ്പം. രാജിവെച്ച ആളുകൾക്കെതിരെ ആരോപണമൊന്നുമില്ല, സംഘടന എന്നുള്ള നിലയിൽ നീതിക്ക് വേണ്ടി നിലകൊണ്ടില്ല എന്ന ആക്ഷേപമേ ഉള്ളൂ. സംഘടന ഒരു സംവിധാനം എന്ന നിലയിൽ കുറെ കൂടെ ഉയർന്നു പ്രവർത്തിക്കണം, ആ ധാർമ്മികത ഉയർത്തി. ഞാൻ അവിടെയാണ് ഒരു കാര്യം, മാധ്യമങ്ങളും കൂടി സെൽഫ് ഇൻട്രോസ്പെക്ട് ചെയ്യണം. ഞാൻ സിനിമാ മേഖലയിലെ പ്രമുഖനായ അരുൺ നാരായണനോട് സംസാരിക്കുന്നത്, അദ്ദേഹം ചോദിച്ചൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മുടെ കാന്താര വേഴ്സസ് മമ്മൂട്ടി അല്ലെങ്കിൽ ഋഷഭ് ഷെട്ടി വേഴ്സസ് മമ്മൂട്ടിയാണ് വലിയ ഫൈറ്റ് എന്ന് നമ്മുടെ മാധ്യമങ്ങൾ പല ആഴ്ചകളായി പറഞ്ഞു. അവസാനം മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടാത്തപ്പം മമ്മൂട്ടി മുസ്ലിം ആയതുകൊണ്ട് BJP-ക്കാർ കൊടുത്തില്ല എന്നൊക്കെയുള്ള നെറേറ്റീവ് വന്നു. അവസാനം എന്ത് പറ്റി, മമ്മൂട്ടി കമ്പനി ഇതിന് അവാർഡ് അയച്ചിട്ട് പോലും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ സ്പെക്കുലേഷൻ പലപ്പോഴും സമൂഹത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ വിദ്വേഷവും പരസ്പര വിഭാഗീയതയും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനപ്പുറം നമ്മുടെ മാധ്യമങ്ങൾ കുറെ കൂടെ റെസ്ട്രെയിൻറ്റോടെ, സംയമനത്തോടെ, അവിടെ ഒരു പേര് തന്നെ എടുത്തു പറയണം. WCC ഏറ്റവും സംയമനത്തോടാണ് ഇത് ചെയ്തത്. കാര്യം ഞാനും WCC-ക്കാരും പല ചർച്ചകളിലും തല്ലുകൂടിയിട്ടുണ്ട്. പക്ഷേ ഈ വിഷയം വന്നപ്പോൾ എത്ര സംയമനത്തോടെ, എത്ര സമവായത്തോടെ, ഒരുമയുടെ സ്വരത്തിൽ WCC-ക്ക് ഉയർത്താൻ കഴിഞ്ഞു. ഇതേവരെ പോരാടിയ രേവതി മാഡമോ അല്ലെങ്കിൽ ഭാഗ്യലക്ഷ്മി ചേച്ചിയോ അവരെക്കാട്ടി കൂടുതൽ വലിയ പോരാളികളാണ് ഞങ്ങളെന്ന് ഭാവിക്കുന്ന ഒരുപാട് പേരാണ് ഫൈറ്റ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഫൈറ്റ് ചെയ്ത ഭാഗ്യലക്ഷ്മിയും രേവതിയും അല്ലെങ്കിൽ പാർവതി അടക്കമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെക്കാട്ടി കൂടുതൽ ഞങ്ങളാണ് എന്ന് കാണിക്കാൻ നമ്മൾ നോക്കിയിട്ട് രാഷ്ട്രീയപരമായി, ഞാൻ ആരെയും പറയുന്നില്ല, ഇത് രാഷ്ട്രീയപരമായി അങ്ങനെ കാണിക്കാൻ ചില ആൾക്കാർ നോക്കി പേര് പറയുന്നത് അടികൂടാൻ വേണ്ടിയിട്ടല്ല. അവിടെയാണ് ചാണ്ടി ഉമ്മന്റെ നിലപാടാണ് കേരളം ശ്രദ്ധിക്കേണ്ടത്. ചാണ്ടി ഉമ്മൻ പറഞ്ഞ പ്രസക്തമായ കാര്യമാണ്, എന്റെ അച്ഛനെ വേട്ടയാടിയതാണ്, അതേപോലെ വേറെ ആരെയും വേട്ടയാടപ്പെടരുത്, മലയാള സിനിമ വേട്ടയാടപ്പെടരുത്. കാരണം വേട്ടയാടുന്നതിന്റെ വിഷമം നമുക്കുണ്ട്. അവിടെയാണ് കേരളം യഥാർത്ഥത്തിൽ മിസ് ചെയ്യുന്നത്. ഉമ്മൻചാണ്ടി സാറിനെ പോലും സ്റ്റേറ്റ്സ്മാൻ ആണ്. ഉമ്മൻചാണ്ടി സാർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് പറഞ്ഞേനേം ഈ വേട്ടയാടലിന്റെ വേദന എനിക്കറിയാം, അതുകൊണ്ട് ബാക്കിയുള്ളവരെ വേട്ടയാടണം. അത് നാളെ രഞ്ജിത്തിനാണെങ്കിലും സിദ്ദിഖിനാണെങ്കിലും അല്ലെങ്കിൽ സുധീഷിനാണെങ്കിലും ബാക്കി ആരാണെങ്കിലും ഇവർക്കെതിരെ ആരോപണം വരികയാണ്. മാതൃഭൂമി ലൈവിൽ ഇരുന്നപ്പോൾ ഒരു പ്രമുഖ, നമ്മുടെ എന്തിനാ പ്രമുഖമൊന്നുമില്ല, ഇപ്പൊ ജയനെതിരെ ഒരു ആരോപണം ഇവിടെ ഇരുന്ന ഒരാൾ ഉന്നയിക്കുകയാണ്. ചേട്ടാ 22 വർഷം അങ്ങനെ പറഞ്ഞില്ലേ. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനൊരു അവസാനം ഉണ്ടാകണം. അപ്പൊ അവിടെയാണ് ഇപ്പൊ എന്തായാലും എല്ലാവരും രണ്ട് കാര്യത്തിലേക്ക് എഗ്രിമെന്റ് ഉണ്ട്. പരാതി ഇല്ലാതെ കേസെടുക്കണമെന്ന് പ്രശ്നമില്ല. ഒന്നെങ്കിൽ പെൺകുട്ടി പരാതി കൊടുക്കും, അല്ലെങ്കിൽ പുരുഷൻ പരാതി കൊടുക്കും. ഡിഫമേഷൻ ഒക്കെ ഉള്ള കേസുകൾ എല്ലാവരും മുമ്പോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് അത് ശക്തമായി എന്തായാലും ഒരു പോസിറ്റീവ് കൺക്ലൂഷനിലേക്ക് വരും. രണ്ട്, ഇതിനൊരു ചേഞ്ച് ഉണ്ടാവണം എന്ന നിലപാടിലേക്കും എല്ലാവരും വന്നു കഴിഞ്ഞു. ആ ചേഞ്ചിലേക്കും കൂടുതൽ ആൾക്കാർ പോസിറ്റീവായി വരുമ്പോൾ മുമ്പോട്ട് പോകാൻ കഴിയണം. നേരത്തെ ശ്രീമതി ഉഷാ ഹസീന ഉണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ, എൻ്റെ വീട്ടിൽ നിന്ന് അയച്ച മെസ്സേജ് അടക്കം ഈ തിരുവനന്തപുരം ലോബിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. പൂന്താനം നമ്പൂതിരിയായിട്ട് നമ്മൾ ഇന്നും കാണുന്നത് നമ്മുടെ പ്രേംനസീറിനെ ആണെന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ മാഡം പോസിറ്റീവായിട്ടായിരിക്കും ഉദ്ദേശിച്ചത്. നമ്മുടെ സാമുദായികത, നമ്മുടെ വർഗം, നമ്മുടെ ജാതി, മതം, ഇത്തരം വിഷയങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്ന് പവർ സ്ട്രക്ചേഴ്സ് എല്ലാം തകർന്നു വീണു, പുതിയൊരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് പറയുന്നതിനെക്കാട്ടി പൃഥ്വിരാജ്, അമ്മയുടെ പ്രസിഡന്റ് ആകാൻ ഏറ്റവും യോഗ്യൻ പൃഥ്വിരാജ് എന്ന വ്യക്തിയാണ്. കാര്യം പൃഥ്വിരാജ് ഒരു ബാലൻസ് ഉണ്ട്. WCC-യുടെ ഒരു വനിതയെ കൂടി വരികയാണെങ്കിൽ അതിനൊരു നല്ല ബാലൻസ് ഉണ്ട്. ഒരു പുരുഷൻ പാർവതിക്ക് വരാം, അല്ലെങ്കിൽ പത്മപ്രിയ നല്ല സംഘാടകയാണെന്നാണ് 2 WCC-യോട് ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ പറഞ്ഞത്. അപ്പോൾ പൃഥ്വിരാജും പത്മപ്രിയയും പാർവതിയും അടക്കമുള്ള ലീഡർഷിപ്പ് വരട്ടെ. അതിന് ഈ മുതിർന്ന തലമുറയുടെ അനുഗ്രഹാശംസകളോടെ, മോഹൻലാലിന്റെ, മമ്മൂട്ടിയുടെ, അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹാശംസ പോണ്ടേ. ഇവരുടെ ഇടയിൽ നന്മ ഉണ്ടാകാനല്ലേ നോക്കേണ്ടത്. ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനാണോ, തമ്മിൽ തല്ലിക്കാനാണോ?